നമ്മുടെ ആദർശം കിരണും നയനയൊക്കെ ഇരുന്ന് ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഏതൊക്കെയായാലും ഇനിയിപ്പോൾ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കിരൺ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാവരും അംഗീകരിച്ചതല്ലേ, ഏറ്റെടുത്ത് കഴിഞ്ഞതല്ലേ, ഇനി ആ ടെസ്റ്റിൻ്റെ ആവശ്യകതയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയുന്നുണ്ട്, ടെസ്റ്റ് അത് നടത്തുക തന്നെ വേണം. യഥാർത്ഥ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ശരി തീർച്ചയായിട്ടും അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനയും പറയുന്നുണ്ട്, അത് വേണം കിരണേട്ടാ, നമ്മളെ ആരും പറ്റിക്കപ്പെടാൻ പാടില്ല. പാവം അനഘേനെ പറ്റിച്ചത് ആരാണെന്നെങ്കിലും അറിയണ്ടേ. എന്താണെങ്കിലും മോള് കാത്തിരിക്കുകയായിരിക്കുമ്പോൾ ആദർശമായിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് രണ്ടാളും കൂടെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ടുപേരും കൂടെ കണ്ടുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദമോളേന്ന് ഇങ്ങനെ നയനെ വിളിക്കുകയെ അപ്പോഴത്തേക്കിനും നമ്മുടെ ആദർശം അടുത്തേക്ക് വരും കേട്ടോ. അപ്പോഴത്തേക്കിനും കുഞ്ഞും നമ്മുടെ നയനാമ്മയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാളും കൂടെ ചെന്നിട്ട് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. നയനയ്ക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് കയറി വരികയല്ലേ. അപ്പോൾ ആദർശിൻ്റെ മുഖത്ത് എപ്പോഴും ദേഷ്യമാണല്ലോ. ഇത്രയും ദേഷ്യമൊന്നും കുഞ്ഞിനോട് പാടില്ല എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ പാവമാണ്, എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ, പാവാന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മോളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, എന്താ ആദർശേട്ടാ മോളോട് ഇത്രയും കടുപ്പിച്ചിട്ട് നോക്കുന്നതും സംസാരിക്കുന്നതും, ഇത്തിരി കളിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു കൂടെ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശം ഇങ്ങനെ ദേഷ്യത്തോടെ അഭിയോട് പറയുകയാണ്, എന്നാൽ പിന്നെ നീ അങ്ങ് കളിപ്പിച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് ഇപ്പോഴേ ഡൗട്ട് അടിച്ച് തുടങ്ങി അഭി തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്ന്. അന്നേരത്തേക്ക് നമ്മുടെ അഭി പറയുന്നുണ്ട്, വാ മോളെ കളിക്കട്ടെ, കളിക്കാം എന്നൊക്കെ പറയും കേട്ടോ. ഇല്ലെന്നൊക്കെ പറയുവേ. അതിന് ശേഷം ഇങ്ങനെ പറയും, ഞാൻ വെളിയിലേക്ക് പോവുക, മോള് വരുന്നോന്ന് ചോദിക്കുവേ. അപ്പോൾ വരുന്നില്ലെന്ന് പറയും കേട്ടോ. എന്തെങ്കിലും മേടിച്ചിട്ട് വരണമെന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അപ്പോൾ വെളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി വെളിയിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം മേലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം നയന കുഞ്ഞിനായിട്ട് കളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അഭി വന്ന് ഇത്രയും സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ നയനയ്ക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭി വാതിലിനവിടെ എത്തുമ്പോഴത്തേക്കിനും നമ്മുടെ നയന കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ വീട്ടിലെ അമ്മ സംസാരിക്കുന്നതിനിടയ്ക്ക് അഭിയോ ആദർശോ എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ കുഞ്ഞിൻ്റെ അടുത്ത്. അപ്പോൾ കുഞ്ഞ് പറയും, ഞാൻ കേട്ടിട്ടില്ലെന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും ഇതെല്ലാം നമ്മുടെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് നമ്മുടെ അഭി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടാളും കൂടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് നയനയും ആദർശും. അപ്പോൾ മുത്തശ്ശൻ നിന്ന് ജപിക്കുന്നുണ്ട്. മുത്തച്ഛൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാരമല്ല ഇന്ന് ഒഴിഞ്ഞു മുത്തശ്ശ എന്ന് പറഞ്ഞ സന്തോഷത്തോടെയാണ് നമ്മുടെ ആദർശ് കയറി വരുന്നത്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടു കഴിയുമ്പോൾ മുത്തച്ഛന് ആശ്ചര്യം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയും കൂടെ ഉണ്ടല്ലോ, നയനയും ചിരിച്ചുകൊണ്ടാണ് വരുന്നതൊക്കെ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ നയന പറയും കേട്ടോ, അതെ മുത്തശ്ശ, ഇന്ന് ആദർശേട്ടൻ്റെ ടെൻഷനെല്ലാം ഒഴിഞ്ഞു എന്ന് പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതെ മുത്തശ്ശൻ, ഞാൻ നയനയോട് എല്ലാം തുറന്ന് പറഞ്ഞു, എനിക്ക് വയ്യായിരുന്നു ഈ ടെൻഷനും അടിച്ചുകൊണ്ട് നടക്കാനായിട്ട്, ഇപ്പോൾ ഒത്തിരി ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മോള് ഇതിനെ ഏത് രീതിയിൽ കാണും, ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുവേ. എന്നിട്ട് നയന വീണ്ടും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ ഒരു കാര്യം മുത്തശ്ശൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്നാൽ മുത്തശ്ശി അത് വിശ്വസിക്കുമോ? അതുപോലെ തന്നെയാണ് ഞാൻ ആദർശേട്ടനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആദർശേട്ടന് ഒരു സംശയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും മുത്തശ്ശന് ഒത്തിരി സന്തോഷമാവുകയാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ പറയുന്നുണ്ട്, മോളുടെ കഴിവുകൾ ഒരു പ്രാവശ്യം തെളിയിച്ച് കഴിഞ്ഞ് തന്നതാണ്, വീണ്ടും ഒരു ഉറപ്പ് വീണ്ടും മോള് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ. ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നയനയുടെ മേലെ. അതിനുശേഷം നയന വീണ്ടും പറയുന്നുണ്ട്, ഇത് ഇത്രയും നാളിങ്ങനെ മറച്ചു വെച്ച് നടന്നതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അപ്പോൾ അത് അങ്ങനെ പറയാതിരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആദർശേ, നിനക്ക് ഉത്തമയായിട്ടുള്ള നല്ലൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഞാൻ അനന്തപുരിയിലെ താക്കോല് കൈമാറാൻ നിശ്ചയിച്ചിരിക്കുന്നതും എന്നൊക്കെ പറയും കേട്ടോ. ഇന്നത്തേക്കിന് ആദർശന് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ.
അതിനുശേഷം നമ്മുടെ ആദർശം നേരെ ഇങ്ങോട്ടേക്ക് നടന്നു വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ അനി അവിടെ ഇരുന്ന് മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അനി കണ്ടിട്ട് ഏട്ടാ അനി എന്നൊക്കെ വിളിച്ച് ആദർശം അങ്ങോട്ടേക്ക് ചെല്ലുവേ. എന്നിട്ട് എന്നാ നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അനിയുടെ കയ്യിലോട്ടൊരു ബാഗ് കൊടുക്കും കേട്ടോ. ഇതെന്താ സമ്മാനം എന്ന് ചോദിക്കുക. അതെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ അതിനുള്ള കോമ്പൻസേഷനാന്ന് പറയും കേട്ടോ. എന്നിട്ട് കയ്യിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും തുറന്ന് നോക്കിയിട്ട് പറയുകയാണ് ഇതെനിക്ക് ഈ കോമ്പൻസേഷനൊന്നും അല്ല വേണ്ടത്, പകരമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അനാമികയെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് പറയുന്നത്. എൻ്റെ ആഗ്രഹം എന്താണോ അത് നടത്തി തരിക വേണ്ടതെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നീ അതെന്താണെങ്കിലും ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, നീ ഇപ്പോഴും അനിയെ വിളിക്കുന്നുണ്ട്, നമ്മുടെ നന്ദുവിനെ വിളിക്കുന്നുണ്ടാവും അല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നത്തേക്കും നമ്മുടെ നായനയും പറയുന്നുണ്ട് അന്ന് എൻ്റെ അനിയത്തി നന്ദു ആണെങ്കിൽ ഇതുവരെ ഒരു ഇതുപോലെ കള്ളത്തരങ്ങൾ പോലും പറയുന്നില്ല. പക്ഷേ അനിയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അവൾ യഥാർത്ഥം പറയത്തില്ല, വിളിച്ചോന്ന് ചോദിച്ചെന്നാലും വിളിച്ചില്ലെന്നേ പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ അനി അങ്ങ് ചൂടാകുകയാണ്. കണ്ടോ എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും ആരും ഇതൊന്നും കേൾക്കാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും അനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏട്ടാ നമ്മുടെ അനാമികയുടെ ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് അത് ഏട്ടത്തെ കാണിച്ചായിരുന്നു ചോദിക്കേ. അപ്പോഴത്തേക്കും എനിക്കതൊന്നും ബാധകരല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗൗനിക്കാതെ അവനങ്ങനെ ആദർശം അങ്ങനെ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ പുറകെ നമ്മുടെ നയനയും പോകുമ്പോഴത്തേക്കിനും നമ്മുടെ അനി ഇങ്ങനെ ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഏട്ടത്തിനെ ഞാനൊരു കാര്യം കാണിക്കാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട് ഏതോ ഒരു ഫോട്ടോയുടെ കാര്യമല്ലേ, അത് ആദർശേട്ടനുണ്ട് അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കൊന്ന് കാണണ്ടെന്ന് പറയുവേ. അന്നേരത്തേക്ക് അങ്ങനെ അല്ല ഏട്ടത്തി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം തന്നെ നമ്മുടെ അനി ഫോണിങ്ങനെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നയനയ്ക്ക് ഏകദേശമൊക്കെ രൂപമൊക്കെ പിടികിട്ടുന്നുണ്ട്. പക്ഷേ അനിയുടെ മുന്നിൽ കാണിക്കുന്നില്ല കേട്ടോ. അനിയോട് പറയുന്നത് ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആർക്കാണ് സാധിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് നയനെ അവിടെ നിന്ന് പോകുമ്പോൾ സങ്കടത്തിൽ ഇങ്ങനെ നമ്മുടെ അനി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മധുസൂദനൻ സാറ് ഒട്ടും ഇതില്ലാതെ തന്നെ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇന്ന് എന്താണോ നിനക്ക് ശിക്ഷ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് മധുസൂദനൻ സാറ് പറയുകയാണ് എല്ലില്ലാത്ത നാവെന്നാ കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറയും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇന്ന് 100 വട്ടം ഇരുന്നിട്ട് എണീക്കണം പറയുവേ. നന്ദുവിനെ കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞു നിവർന്ന് എക്സസൈസ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നന്ദു പാവം അടുത്തെ അന്നത്തേക്കിന് ബാക്കിയുള്ളവരെല്ലാം നന്ദുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മാറ്റിയിട്ട് വേറെ ഹിപ്പ് എക്സസൈസ് മൂവ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ മധുസൂദനൻ സാറിന് പ്രധാനമായിട്ട് വേണ്ടത് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അന്നത്തേക്കിനും പിന്നീട് വീണ്ടും വന്നിട്ട് വീണ്ടും അത് ചെയ്യാൻ പറയും കേട്ടോ. സാറേ മടുത്തു, ഇത്തിരി റെസ്റ്റ് തരാൻ പറയുമ്പോഴൊന്നും റെസ്റ്റൊന്നും കൊടുക്കുന്നില്ലേ. വീണ്ടും കുഞ്ഞു നിവർന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ അതൊക്കെ വീഡിയോ ആക്കുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഇത്രയൊക്കെ മടുത്തെന്നൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ട് 100 പുഷപ്പും കൂടെ എടുക്കാൻ പറയുവേ. അങ്ങനെ പുഷപ്പും എടുക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വരും കേട്ടോ ഇങ്ങനെ സംസാരിക്കാനായിട്ട്. അന്നേരത്തേക്കിനും ഒന്നും പറയാൻ വിടുന്നില്ല. അതിന് തന്നെ മുമ്പ് മധുസൂദനൻ സാറ് പറയുന്നുണ്ട് നിൻ്റെ റൂംമേറ്റ് ആണല്ലേ, അവളുടെ റൂംമേറ്റ് ആണല്ലേ, അപ്പോൾ ഇത്തിരി സഹതാപമൊക്കെ ഉണ്ടാകും. സഹതപിക്കുന്നവരെ ഞാൻ വിലക്കെടുക്കാറുണ്ട്, നീ ഒരു 10 പ്രാവശ്യം റൗണ്ട് അടിച്ചിട്ട് ഓടി വരാൻ പറയുവേ. അങ്ങനെ അവളിനെയും ഇങ്ങനെ റൗണ്ട് അടിക്കാനായിട്ട് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ഈ വീഡിയോ എല്ലാം നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും അനാമിക അങ്ങോട്ട് വരും കേട്ടോ. വാ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ അച്ഛന്നൊക്കെ പറഞ്ഞ് കാണിക്കും കേട്ടോ. അപ്പോൾ പുഷപ്പ് എടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ അവളുടെ പരിപ്പ് കുത്തിച്ചിളക്കുവാണ്, സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയും കേട്ടോ. ഇത് അവളിങ്ങനെ ചെയ്ത് അവളുടെ കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് കരാട്ടയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ ഇത് കൊടുത്തെന്നാലൊന്നും അവളുടെ മനസ്സ് ചഞ്ചലമാവത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് അവൻ നോക്കിക്കോളും. ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് എത്ര കരാട്ടെ ആണെങ്കിലും എത്ര ഗുസ്തി ആണെങ്കിലും അതൊക്കെ കാണിച്ചിട്ട് അവൾക്ക് ഇങ്ങനെ ഇറങ്ങി പോരേണ്ടി വരും, അവൾ SI ഒന്നും ആവത്തില്ല എന്നും പറയുവാണേ. ഒരു SI ആവാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട്, അവൾ SI ആയി കഴിഞ്ഞാൽ ആണുങ്ങളെ കഴിഞ്ഞ് പുലിയായിരിക്കും എന്നൊക്കെ നമ്മുടെ അനാമികയും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആ പുലിനെ ഇപ്പോൾ തളയ്ക്കാൻ നോക്കുന്നത്. മധു സാറ് ആളൊരു നല്ല മനുഷ്യനാണ്, അവളുടെ സകല വേലത്തരങ്ങളും അയാൾ തല്ലിക്കെടുത്തും ഉറപ്പാണ്. എന്താണെങ്കിലും മോള് കാണേണ്ട കാഴ്ച കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ
അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷമാകുന്നുണ്ട്. അന്നത്തേക്ക് നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് അവൻ അയച്ചു കൊടുക്കണമെന്ന് പറയേ. എന്തിന് അങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും കാണിച്ചേക്കല്ലേ, എങ്ങാനും അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞെന്നെല്ലാം മുത്തശ്ശനോട് പറയും. പിന്നെ മുത്തശ്ശന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മധുസാറിന് അത് തലവേദനയാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഇങ്ങനെ മുഖം കൊണ്ട് കോപ്രാന്തമൊക്കെ കാണിച്ചിട്ട് വേറെ സ്ഥലത്തോട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ആദർശ് ഇങ്ങനെ റൂമിലിരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ആലോചിച്ചിരിക്കുന്നത്, കുന്തമോളെ പറ്റിയിട്ടാണോ ചോദിക്കുക. അല്ല, ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്ന അനിയെ പറ്റിയിട്ട് തന്നെയാണ് എന്നിങ്ങനെ പറയാം. അന്നേരം നമ്മുടെ നയന പറയുന്നുണ്ട് എന്നെ ആ വീഡിയോ കാണിച്ചിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അത് ശരിയാണ്, അവൻ എത്രയൊക്കെ പറഞ്ഞെന്നാലും നമുക്ക് അനാമികനെ ഉപദേശിക്കാൻ പറ്റില്ല. കാരണം ഇവനിങ്ങനെ കുരുത്തക്കേടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ അനാമികനെ ഉപദേശിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് എനിക്ക് എന്താണെങ്കിലും ഈ ബന്ധത്തിനോട് യോജിപ്പൊന്നുമില്ല, പക്ഷേ എങ്ങനെയെങ്കിലും അവളെ കൂട്ടിമുട്ടിച്ചേ പറ്റുള്ളൂ. അവർ പറഞ്ഞ അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞത് കള്ളത്തരമാണ്. അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ് അവൾക്ക് കൂട്ടു നിൽക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആദർശ് പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ പറയുന്നുണ്ട് അവരുടെ വാക്കാണ് അല്ലെങ്കിൽ നാക്കാണ് അവർക്ക് നല്ല രീതിയിൽ അവരെ പറഞ്ഞ് നിർത്തുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നയനയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ അനിയനല്ലേ ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുക. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് എനിക്ക് നയനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഞാൻ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്